ഷീലാസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 15th ജൂൺ ഫാദേഴ്സ് ഡേ. എല്ലാ അച്ഛന്മാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഫാദേഴ്സ് ഡേ ആശംസകൾ. ഒരച്ഛൻ എന്നാൽ എന്താണ് ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക? കുഞ്ഞുങ്ങളെ തോളിൽ ചുമന്നു കൊണ്ട് നടക്കുന്ന അച്ഛൻ. കുഞ്ഞിന് സുഖമില്ലെങ്കിൽ അവരുടെ അരികത്തിരുന്ന് അവരെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്ന അച്ഛൻ. കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കാതെ നേരത്തെ കിടന്നുറങ്ങിയാൽ അവരെ വിളിച്ചുണർത്തി അവർക്ക് ഭക്ഷണം നൽകുന്ന അച്ഛൻ. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ അവൻ്റെ അച്ഛൻ അവൻ്റെ ആദ്യത്തെ ഹീറോയാണ്. അച്ഛൻ എന്നാൽ ഇതൊക്കെയാണ് അല്ലേ? ഒരച്ഛന് ഉണ്ടായിരിക്കേണ്ടതായ 4 പ്രധാനപ്പെട്ട സ്വഭാവ സവിശേഷതകളെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ബൈബിൾ സീസ്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറില്ല. ഒന്നാമതായി ക്യാരക്ടർ അഥവാ സ്വഭാവ സവിശേഷതകൾ. അച്ഛൻ്റെ സ്വഭാവ സവിശേഷതകൾ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. അച്ഛൻ കുടിയനും തെമ്മാടിയുമായിരുന്നാൽ അതേ സ്വഭാവം മക്കളിലേക്കും വരാൻ സാധ്യതയുണ്ട്. മറിച്ച് അതിനപവാദമായി എത്രയോ നല്ല സ്വഭാവ ഗുണങ്ങൾ ഉള്ള അച്ഛന്മാരുടെ മക്കളും തെമ്മാടികളും കുടിയന്മാരും ആയിത്തീരാറുണ്ട്. അതിന് അച്ഛൻ ഉത്തരവാദി അല്ല. രണ്ടാമതായി ഈക്വാലിറ്റി അഥവാ സമത്വം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സമത്വം. ആൺകുട്ടികൾ എന്തു ഭക്ഷണം കഴിക്കുന്നോ അതേ ഭക്ഷണം പെൺകുട്ടികൾക്കും കൊടുക്കുക. പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ആൺകുട്ടികൾക്കും കൊടുക്കുക. അച്ഛൻ്റെ സ്വത്തിൽ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും തുല്യ അവകാശമുണ്ട്. അതിനുവേണ്ടി പോരാടേണ്ടതായ അവസ്ഥ പെൺകുട്ടികൾക്ക് വരാൻ പാടില്ല. മൂന്നാമതായി ഫ്രണ്ട്ഷിപ്പ് അഥവാ കൂട്ടുകെട്ട്. ഫ്രണ്ട്ഷിപ്പ് കുട്ടികളുടെ വളർച്ചയിൽ ഒരു വളരെ പ്രധാനമായ പങ്കുവഹിക്കുന്നു. നല്ല കൂട്ടുകെട്ട് നല്ല പ്രജകളെ വളർത്തുന്നു. ചീത്ത കൂട്ടുകെട്ട് സാമൂഹിക ദ്രോഹികളെ വളർത്തുന്നു. അടുത്തതായി എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിദ്യാഭ്യാസം നൽകുക. അത് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ സഹായിക്കുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക. അവർ സ്വന്തം കാലിൽ നിൽക്കട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.